സംഹരിച്ചിളകുന്ന ചില്ലിയുകളഭംഗിയും അടിയാരെ കുറിച്ചൊരു കരുണയും കഠിന ദുഷ്ടരോടെഴുന്ന കോപവും കലഹം കൊണ്ടൊരത്ഭുത രസങ്ങളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമ്മന്നൂർ മാധവ് ചാക്യാർ. മാധവമാധവ് ഗ്രാമം ഗുരു അമ്മന്നൂർ ചാച്ചു ചാക്യാർ അനുസ്മരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അനുശീലനം എന്നുള്ള പേരിൽ നടത്തിപ്പോരുന്നു. ഈ വർഷം ഗുരു അമ്മന്നൂർ ചാച്ചു ചാക്യാരുടെ 58ാമത് ചരമവാർഷികമാണ്. അതിനോടനുബന്ധിച്ച് ഒരു നൂതന നാടക അവതരണമാണ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ 10 വർഷത്തിലെ അനുശീലനം എന്നുള്ള ഈ അനുസ്മരണ പരിപാടിയിൽ വാക്കിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് വർഷാവർഷം ചെയ്ത് പോരുന്നത്. കഴിഞ്ഞ കൊല്ലം മന്ത്രാങ്കത്തിലെ വസന്തകന്റെ പുറപ്പാടാണ് അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക അനുസ്മരണത്തിന് ചെയ്യുകയുണ്ടായത്. ഈ വർഷവും അത് വിടാതെ തന്നെ വാക്കിന് പ്രാധാന്യം കൊടുത്ത് ഒരു പുതിയ നാടകം ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഉദ്യമമാണ് മാധവമാധവ് ഗ്രാമം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ രാമവർമ്മ യുവരാജാവിൻ്റെ രുക്മിണീ പരിണയം എന്നുപേരായിട്ടുള്ള നാടകമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ നാടകത്തിലെ 4ാമത്തെ അംഗമായിട്ടുള്ള പ്രേയസീഹരണാംഗം എന്ന പേരിട്ടിട്ട് ആ അംഗമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് ഈ നാടകകൃത്തിനെ കുറിച്ച്, പുതിയ നാടകമായതുകൊണ്ട് ഈ നാടകകൃത്ത് ആരാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ ഈ നാടകകൃത്തിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇദ്ദേഹം തിരുവിതാംകൂർ രാജവംശത്തിലെ കാർത്തിക തിരുനാൾ ധർമ്മരാജാവിൻ്റെ അനന്തരവനായിട്ടുള്ള അശ്വതിരുനാൾ രാമവർമ്മ യുവരാജാവാണ്. ഇദ്ദേഹം അനന്തരവനാണ് എന്നുണ്ടെങ്കിലും ധർമ്മരാജാവിന് പുത്രതുല്യനായിരുന്നു എന്നാണ് ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ജീവചരിത്രകാരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് കിളിമാനൂർ രവിവർമ്മ കോയിത്തമ്പുരാനാണ്. അമ്മ 1748 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കോലത്തുനാട് പള്ളിക്കോവിലകത്തു നിന്നും 2 തമ്പുരാട്ടിമാരെ വഞ്ചി വംശത്തിങ്കിലേക്ക് ദത്തെടുത്തിട്ടുണ്ട്. അതിൽ മൂത്ത റാണിയായിട്ടുള്ള പൂയം തിരുനാൾ തമ്പുരാട്ടിയാണ് അശ്വതിരുനാളിന്റെ അമ്മ. അദ്ദേഹം ജനിക്കുന്നത് മലയാള കൊല്ലവർഷം 931 ജനിക്കുന്നത്. 31 ജനിച്ച് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസാദികളെല്ലാം ചെയ്യുകയുണ്ടായത് അച്ഛനായിട്ടുള്ള കിളിമാനൂർ രവിവർമ്മ കോയിത്തമ്പുരാന്റെ കീഴിലാണ്. മാത്രമല്ല, അദ്ദേഹം അതീവ പണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്, കൃഷ്ണഭക്തനുമാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ലഭ്യമാണ്. അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണഭക്തനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അമ്മാവനായിട്ടുള്ള ധർമ്മരാജാവിന്റെ കീഴിലും അദ്ദേഹം പ്രാഥമികമായിട്ടുള്ള സംസ്കൃതത്തിലെ സാഹിത്യ വ്യാകരണാദി കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഉപരിപഠന രീതിയിൽ ശങ്കരനാരായണൻ എന്നു പേരായിട്ടുള്ള ഒരു പരദേശിയുടെ അടുത്താണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുപോലെ 956 മലയാള കൊല്ലവർഷം ആറ്റിങ്ങലിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഉപനയനം നടന്നു എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. കാർത്തിക തിരുനാൾ ധർമ്മരാജാവിന്റെ വിദ്യുത് സദസ്സില് ഒരു പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ രാമവർമ്മ ഇളയരാജ. മാത്രമല്ല, അദ്ദേഹത്തിന് വഞ്ചീശ്വര ശ്രേഷ്ഠൻ എന്നു പേരായിട്ടുള്ളൊരു പേരും അദ്ദേഹത്തിന് ആ കാലത്ത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയും
അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യത്തിനും അങ്ങനെ ഒരു പേര് തുല്യം ചാർത്തി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ധർമ്മരാജാവിന്റെ ഈ വിദ്യുത്സദസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ സമകാലീനന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചിലരുടെ പേര് പറയാം. അലങ്കാര കൗസ്തുഭകാരനായിട്ടുള്ള കല്യാണ സുബ്രഹ്മണ്യൻ, ബാലരാമവർമ്മ യശോഭൂഷണ കർത്താവായിട്ടുള്ള സദാശിവ ദീക്ഷിതര്, ബാലമാർത്താണ്ഡ വിജയ നാടകകർത്താവായിട്ടുള്ള ദേവരാജസൂരി, വ്യാകരണ വിദ്വാനായിട്ടുള്ള പന്തളം സുബ്രഹ്മണ്യ ശാസ്ത്രികള്, പുതിയിൽ തമ്പാൻ, വസുലക്ഷ്മി കല്യാണ നാടകകർത്താവായിട്ടുള്ള വെങ്കിട്ട സുബ്രഹ്മണ്യൻ, അദ്ദേഹം അപ്പയ്യ ദീക്ഷിതരിന്റെ വംശജനാണെന്നാണ് പറയണത്, പത്മനാഭ വിജയ കാവ്യകർത്താവായിട്ടുള്ള സുബ്രഹ്മണ്യൻ, കുഞ്ചൻ നമ്പ്യാര്, പിന്നെ രുക്മിണി സ്വയംവരം എന്നു പേരായിട്ട് പ്രബന്ധം എഴുതിയിട്ടുള്ള ഇടവട്ടിക്കാട്ട് നമ്പൂതിരി, മണ്ഡപപ്പള്ളി ഇട്ടിരാശമേനോൻ സന്താനഗോപാലം ആട്ടക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പൊ കഥകളിയെ കുറിച്ച് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും സന്താനഗോപാലം എന്നുള്ള നാട്ടക്കഥ എഴുതിയിട്ടുള്ളത് ഇദ്ദേഹമാണ്, ഇട്ടിരാശമേനോനാണ് എന്ന് മനസ്സിലാക്കും. ഇട്ടിരാശമേനോൻ ഇദ്ദേഹത്തിന്റെ സേവകനായിരുന്നു എന്നാണ് കേട്ടേക്കുന്നത്. പിന്നെ ഷുപ്പു മേനോൻ, ഇങ്ങനെ ചിലരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ഇദ്ദേഹത്തിന്റെ വിദ്യുത് സദസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ സംസ്കൃത ഭാഷയിലേക്കുള്ള സംഭാവനകൾ, അദ്ദേഹത്തിന്റെ കൃതികൾ, അത് വിശേഷമായിട്ട് പറയേണ്ട കാര്യമാണ്. പ്രധാനമായിട്ട് അദ്ദേഹം 4 നാടകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അംബരീക്ഷഹരിതം, രുക്മിണീ പരിണയം, പൗണ്ഡ്രകവധം, പൂതനാമോക്ഷം എന്നുപേരായിട്ടുള്ള 4 നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഇപ്പൊ കൂത്തും കൂടിയാട്ടവും ആ 2 കലകളിൽ പ്രവർത്തിച്ചു പോരുന്നവർക്ക് അദ്ദേഹത്തിന്റെ വലിയൊരു സംഭാവനയുണ്ട്. എന്ന് വെച്ചാൽ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹം സന്താനഗോപാലം പ്രബന്ധം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആചാര്യന്മാരും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഗുരുതുല്യന്മാരായിട്ടുള്ള കലാകാരന്മാരും എല്ലാവരും ഇദ്ദേഹത്തിന്റെ സന്താനഗോപാലം പ്രബന്ധമാണ് രംഗത്ത് അവതരിപ്പിച്ചു പോരുന്നത്. മേൽപ്പത്തൂരിന്റെ ഉണ്ട്, എന്നാലും അതിനേക്കാളും കൂടുതൽ പ്രായോഗികമായിട്ടുള്ള ഗുണം ഈ പ്രബന്ധത്തിനാണ് എന്ന് മനസ്സിലാക്കി ഇതാണ് എല്ലാവരും പ്രവർത്തിച്ചു പറഞ്ഞു വരുന്നത്. ഇദ്ദേഹത്തിന്റെ വേറെ കൃതികൾ എന്ന് പറഞ്ഞാൽ ശൃംഗാര സുധാകര ബാണം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചേരി രൂപകദ്വയം എന്ന് പറഞ്ഞിട്ടുള്ള 2 രൂപകദ്വയങ്ങൾ എഴുതിയിട്ടുണ്ട്. സന്താനഗോപാലം, കാർത്തവീര്യാർജുന വിജയം എന്ന് പറഞ്ഞ 2 പ്രബന്ധങ്ങള്, വഞ്ചീശസ്തവം, ദശാവതാരം എന്ന് പറഞ്ഞ 2 ദണ്ഡകങ്ങൾ 2 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംസ്കൃതത്തിലും മലയാളത്തിലും ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് അതിപ്രാവീണ്യം നേടിയിട്ടുണ്ട്, അതിപാണ്ഡിത്യം നേടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിന് പ്രധാനമായിട്ടും എഴുതുന്ന കാര്യങ്ങളിലെ ആശയപുഷ്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കവികളുടെ വിഷയ സംഗ്രഹീകരണം, പിന്നെ സാഹിത്യ ഗ്രന്ഥങ്ങളുടെ പ്രാവീണ്യം, വ്യാകരണ അലങ്കാര നൈപുണ്യം, അഭിനയപ്രധാനമായിട്ടുള്ള സാഹിത്യത്തിലും മണിപ്രവാളത്തിലും കേരളീയ നാടകങ്ങളിലും സംസ്കൃത രൂപകങ്ങളിലും പ്രബന്ധങ്ങളിലും എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ഒരു പ്രാവീണ്യം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മളിനി ചർച്ച ചെയ്യേണ്ടത് രുക്മിണീസ് പരിണയം എന്ന് പറഞ്ഞ യുവരാജാവിന്റെ നാടകത്തെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ആ രുക്മിണീ പരിണയം എന്നുള്ള നാടകം 5 അംഗങ്ങളുള്ള നാടകമാണ്. നാടകീയ ഗുണങ്ങളോട് കൂടിയിട്ട് വളരെ പുഷ്ടിയോട് കൂടിയിട്ടുള്ള പുഷ്കലമായിട്ടുള്ള നാടകമാണ് ഇത്. എന്നുവെച്ചാൽ അതിൽ പ്രധാനമായിട്ട് ചില രംഗങ്ങൾ അതിൽ എടുത്തു പറയാൻ സാധിക്കും. ജീവചരിത്രകാരൻ ഈ രംഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അത് നമ്മൾ വായിച്ചു നോക്കിയപ്പോഴും വളരെ അത്ഭുതാവഹമായിട്ടുള്ള ഒരു രചനയായിരുന്നു. എന്താ വെച്ചാൽ ഈ രുക്മിണിയുടെ നിർദ്ദേശപ്രകാരം ശിശുപാലന് രുക്മിണിയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അച്ഛൻ തീരുമാനിച്ചു എന്നുള്ള ആ വൃത്താന്തം രുക്മിണി അറിഞ്ഞിട്ട് ആ രുക്മിണിയുടെ പരിവേദനം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഇതാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആയിട്ട് ഹൃദയത്തിൽ തൊടും. മാത്രമല്ല കൃഷ്ണനെ തന്നെ വരനായിട്ട് ലഭിക്കണമെന്ന് പറഞ്ഞ് കാർത്യായനി ദേവിയോട്
പ്രാർത്ഥിക്കുന്ന ആ ഭാഗവും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. പിന്നെ കൃഷ്ണന്റെ വിപ്രലംഭാവസ്ഥ, അതും വളരെ വിശേഷമായിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. മാത്രമല്ല രുക്മിണിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ചേതി രാജാവിന്റെ വരവ്, അതും വളരെ വിശേഷമായിട്ടുള്ള രസമായിട്ടുള്ള രീതിയിലാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് കൂടിയാട്ടത്തിൽ ചീതാ കൊള്ളാം എന്നുള്ളൊരു രംഗത്ത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും വായിക്കുമ്പോൾ. ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ നാടകത്തിൽ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് എന്താ വെച്ചാൽ വിദൂഷകന്റെ സാന്നിധ്യമാണ് ഇതിലുള്ളത്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ അംഗം, നാലാമത്തെ അംഗം, അഞ്ചാമത്തെ അംഗം, ഈ 3 അംഗങ്ങളിൽ വിദൂഷകന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താ കാരണം വെച്ചാൽ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വിദൂഷകൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു കൗതുകം ഉണർത്തുന്ന ഒരു വിഷയമാണ്. എന്താ കാരണം വെച്ചാൽ സ്വതേ കൃഷ്ണന് കൂടിയാട്ടത്തിലെ നടത്തിപ്പോരുന്ന നാടകങ്ങളിൽ അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന നായകത്വമുള്ള ഒരു നാടകങ്ങളൊന്നുമില്ല. ഇപ്പൊ ബാലചരിതം പോലെയുള്ള നാടകങ്ങളിൽ ഉണ്ട് എങ്കിലും പ്രധാനമായിട്ട് ഇപ്പൊ ശൃംഗാരത്തെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ള നാടകത്തിലെ പ്രാധാന്യം എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിപ്പോ ഇവിടെ ശരിക്കും ഈ രുക്മിണി പരിണയം എന്ന് പറയുന്ന നാടകത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ വിദൂഷകന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു വിഷയം, കൃഷ്ണൻ എന്ന് നമ്മൾ കേൾക്കുന്ന അവസരത്തിൽ എന്താ ഒരു ദൈവീക പുരുഷൻ, ഒരു പൂർണ്ണാവതാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ചിത്രം വരിക. പക്ഷേ ഈ തമ്പുരാന്റെ ഈ നാടകം വായിക്കുമ്പോൾ എന്താ നമുക്ക് തോന്നണ വെച്ചാൽ ആ ദൈവീകത വെടിഞ്ഞ് കൃഷ്ണനെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാക്കിയിട്ട് മാറ്റി ആ കൃഷ്ണന്റെ മനസ്സിലെ വികാരങ്ങളും ചിന്തകളും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായകമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് നമുക്ക് വിദൂഷകനെ കാണാൻ സാധിക്കുക. അത് വെച്ചാൽ അത് വിദൂഷകന്റെ പ്രധാനമായിട്ടുള്ള ധർമ്മവും അത് തന്നെയാണ്. നർമ്മസജീവനായിട്ടുള്ള വിദൂഷകന്റെ ധർമ്മം നായകന്റെ വികാരങ്ങളെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാടകത്തെ കൊണ്ടുപോവുക. അങ്ങനെ പല വിശേഷമായിട്ടുള്ള ചുമതലകളും വിദൂഷകനുണ്ട്. മാത്രമല്ല ഈ കഥാസന്ദർഭം നടക്കുന്നത് ഇതിലത്തെ 4-ാം അംഗത്തിൽ കഥാസന്ദർഭം എന്താ വെച്ചാൽ രുക്മിണിയുടെ പാണിഗ്രഹണമാണ്. അതാണ് പ്രേയസീ ഹരണാംഗം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ പാണിഗ്രഹണമാണ്. ഇത് കാർത്യായനി മന്ദിരത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കാർത്യായനി മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന അവസരത്തിൽ ആ കാർത്യായനി ദേവിയുടെ ആ സാന്നിധ്യം അവിടെ നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള രീതിയിൽ അവിടെ രംഗത്ത് സജ്ജീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് എന്ന് ഉറപ്പിച്ചതിന് പുറമേ ആയിട്ട് മാർഗനിർദ്ദേശം അതിന് ചെയ്യാനായിട്ട് മാർഗനിർദ്ദേശത്തിനായിട്ട് സമീപിച്ചത് കോഴിക്കോടുള്ള സുധീഷ് നമ്പൂതിരി എന്ന പേരായിട്ടുള്ള സുധീഷേട്ടനെയാണ്. അതില് ആ സുധീഷേട്ടന്റെ മാർഗനിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതിലും കുറച്ചും കൂടിയും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് സുധീഷേട്ടൻ പറയേണ്ടായതെന്നുണ്ടെങ്കിലും അതിൽ കുറച്ചും കൂടി ഒരു വ്യക്തത വന്നു. ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു അത് കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശമായിട്ട് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ അവസരത്തിൽ സുധീഷേട്ടനോടും മാസമാതൃകാലത്തിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആ സാഹിത്യത്തിന്റെ ഒരു വൈശിഷ്ട്യം എന്താ വെച്ചാൽ പദ്യശൈലിയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വിശേഷത. ദീർഘസമസ്ത പദങ്ങളുടെ പ്രചുരത. അതെങ്ങനെയാ വെച്ചാൽ അതിശയോക്തി നിബിഡമായിട്ടുള്ള ശബ്ദങ്ങളാണ്, ശബ്ദ പ്രയോഗങ്ങളാണ് അദ്ദേഹം ഈ നാടകങ്ങളിലായിക്കോട്ടെ അദ്ദേഹത്തിന്റെ കൃതികളിലും വിശേഷമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ചരിത്രകാരൻ പറയണത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഭവഭൂതിയായിട്ടും മുരാരിയൊക്കെ ആയിട്ടാണ് ഉപമിക്കുന്നത്. ഇത് മാത്രമല്ല, അമ്മാവനായിട്ടുള്ള ധർമ്മരാജാവ് രാജഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. മാതുലിനെ പോലെ സരസകവിയും സംഗീത സാഹിത്യാദികളിൽ അസാമാന്യ വാസനയും അഭ്യാസവും സിദ്ധിച്ച മഹാനുഭാവനാണ് അശ്വതിരുന്നാൾ രാമവർമ്മ യുവരാജാവ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി എന്ന് പറയുന്നത് ഉള്ളൂർ ഉഴിയാഴത്തൂരിലെ അയ്യത്തറ വീട്ടിൽ നിന്നും
പാൽക്കുളങ്ങര അമ്മ വീട്ടിലേക്ക് ദത്തെടുത്ത ഒരു വനിതാരത്നമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. പേരെന്താണെന്ന് പറയുന്നില്ല. അവിടെ നിന്നാണ് ദത്തെടുത്തേക്കണത് എന്നാണ് ചരിത്രകാരനിൽ നിന്ന് ചരിത്രരേഖയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല അദ്ദേഹം 961 കൊല്ലവർഷത്തില് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. മാത്രമല്ല 963 കൊല്ലവർഷത്തില് അദ്ദേഹം ദിവംഗതനായി. 32ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ദിവംഗതനാവുന്നത്. ഇതാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു ജീവചരിത്രം. ഈ വരുന്ന സെപ്റ്റംബർ 26, 27 തീയതികളിൽ ആറാട്ടുപുഴ നീലാംബരി റിസോർട്ടിൽ വെച്ച് വൈകിട്ട് 6 മണിക്ക് 2 ദിവസവും വെള്ളി ശനി ദിവസങ്ങളിൽ ഈ അവതരണം അരങ്ങേറ്റമായിട്ട് കുറിക്കുകയാണ്. ഇതിന് പ്രത്യേകമായിട്ട് ഇതിന്റെ ഈ നാടകത്തെ കണ്ടെടുത്തതും ഇതിന്റെ കൊറിയോഗ്രാഫി മാത്രമല്ല ഇതിന്റെ ആട്ടപ്രകാരരചന എല്ലാം ചെയ്യുന്നത് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ശേഖരാണ്. മാത്രമല്ല ഇതിന്റെ പശ്ചാത്തലമായിട്ടുള്ള വാദ്യവിശേഷങ്ങൾ, കുറച്ച് വിശേഷമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ചിട്ടപ്പെടുത്തൽ ചെയ്തിരിക്കുന്നത് കലാമണ്ഡല രവികുമാറാണ്. വിദൂഷകന് പ്രധാനമായിട്ടുള്ള ഭാഷാശ്ലോകങ്ങൾ, പ്രതിശ്ലോകങ്ങൾ അത് രചിച്ചിട്ടുള്ളത് ഡോക്ടർ ഭദ്ര PKM ആണ്. മാത്രമല്ല ഇതിന്റെ അരങ്ങുതളി ശ്ലോകം അതും ഡോക്ടർ ഭദ്ര PKM ആണ് രചിച്ചിട്ടുള്ളത്. ഈ 26-ാം തീയതി 5 മണിക്ക് ഈ ചർച്ചക്കാർ അനുസ്മരണത്തിനോടനുബന്ധിച്ച ഉദ്ഘാടന സമ്മേളനവും മാത്രമല്ല സ്മാരക പ്രഭാഷണവും ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് തുടർച്ചയായിട്ടാണ് 6 മണിയോടെ രംഗാവതരണം ആരംഭിക്കുകയാണ്. ഇതെല്ലാവരും ആറാട്ടുപുഴ നീലാംബരി റിസോർട്ടിൽ തന്നെ വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താ കാരണം വെച്ചാൽ അത് ലൈവായിട്ട് കൊടുക്കുന്നില്ല. എല്ലാവരും അവിടെ വന്ന് തന്നെ കാണാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ 26, 27 തീയതികളിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചും കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭയങ്കരത്വവും പലതുമിങ്ങനെ നവനവരസമിടയിട